ഇപ്പം തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ മാസം 1 ലക്ഷം രൂപ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സൂപ്പർ ബിസിനസ്സിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമുക്കറിയാം വേനൽക്കാലമാണ് അടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ ആളുകളും ചൂട് കൂടുന്നതിനനുസരിച്ച് എല്ലാ ആളുകളും ജ്യൂസും വെള്ളം നന്നായിട്ട് കുടിച്ചുകൊണ്ടിരിക്കണം, നിർബന്ധമാണ്. എല്ലാ ആളുകളും കുടിക്കണം. അപ്പോൾ ആ കുടിക്കുന്ന ജ്യൂസുകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കുടിക്കുന്ന ഒരു ജ്യൂസാണ് കരിമ്പിൻ ജ്യൂസ് എന്നുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മളെല്ലാവരും കുടിക്കുന്നതുമാണ്. ഈ തൊട്ടടുത്ത ദിവസം വരെ ഞാൻ ഒരു കരിമ്പിൻ ജ്യൂസ് കുടിച്ചിരുന്നു. ആ ഒരു കരിമ്പിൻ ജ്യൂസ് കുടിക്കുന്ന സമയത്ത് എനിക്ക് നിങ്ങളുമായിട്ട് ഈ ബിസിനസ്സായിട്ട് ഷെയർ ചെയ്യാൻ തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം പോലും. അപ്പോൾ ഈ ഒരു വേനൽക്കാലത്ത് നമ്മൾക്ക് തുടങ്ങാൻ പറ്റിയ വളരെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് തുടങ്ങാൻ കഴിയുന്ന പ്രത്യേക ഒരുക്കങ്ങളോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ഒരു നോളജോ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷനോ ഒന്നും ആവശ്യമില്ല. നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ്സാണ് കരിമ്പിൻ ജ്യൂസ് ബിസിനസ് എന്നുള്ളത്. അപ്പോൾ അതെങ്ങനെ തുടങ്ങാം, എവിടെ തുടങ്ങാം, എന്തൊക്കെയാണ് അതിന് വേണ്ടി വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ ചെയ്യുന്ന ബിസിനസ് റിലേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒന്ന് ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. ദിസ് ഇസ് ഇക്ബാൽ ഹുസു. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് കരിമ്പിൻ ജ്യൂസ് ബിസിനസ് തുടങ്ങുക എന്നുള്ളത്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും ഇപ്പോൾ യാത്രകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ജോലിക്ക് പോകുമ്പോഴും വരുമ്പോഴും മറ്റു കാര്യങ്ങൾക്കായിട്ട് പുറത്തു പോകുമ്പോഴൊക്കെ നമുക്കറിയാം റോഡ് സൈഡിലും ഷോപ്പുകളിലും പല രീതിയിലും കരിമ്പിൻ ജ്യൂസിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള കൗണ്ടറുകൾ നമ്മൾ ഈ പ്രത്യേകമായിട്ട് വേനൽക്കാലത്ത് നമ്മൾ കണ്ടുവരാറുണ്ട് അല്ലേ. പല രീതിയിലും നമ്മൾ ഫുട്പാത്തിലോ അല്ലെങ്കിൽ റോഡ് സൈഡിലൊക്കെ വെച്ചിട്ട് നമ്മൾ ചെറിയ ചെറിയ മെഷീനിലൊക്കെ വെച്ചിട്ട് നമുക്ക് കരിമ്പിൻ ജ്യൂസ് നമ്മൾ കണ്ടുവരാറുണ്ട്, അങ്ങനത്തെ ബിസിനസ് ചെയ്യുന്നത്. അപ്പം നമ്മളവിടെ കുടിക്കാറുമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ കരിമ്പിൻ ജ്യൂസ് നല്ലതാണ്, ശരീരത്തിന് ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും മടി കൂടാതെ വാങ്ങി കുടിക്കുന്ന ഒരു ജ്യൂസാണ് കരിമ്പിൻ ജ്യൂസ് എന്നുള്ളത്. എന്നാലോ അതിന് വലിയ വിലയൊന്നും നമ്മൾ എടുത്താൽ പൊന്താത്ത വില ഒന്നും നമുക്ക് അതിന് കൊടുക്കേണ്ടി വരുന്നില്ല. വെറും ചെറിയ പൈസയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഈ കരിമ്പിൻ ജ്യൂസ് നമുക്ക് കിട്ടും. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും മടി കൂടാതെ ഈ ഒരു ചൂടിൻ്റെ കാഠിന്യം കൊണ്ടും പിന്നെ ആ ദാഹം തീർക്കാനും എന്തുകൊണ്ടും നമ്മൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് നമുക്ക് തോന്നുന്ന ഒരു സംഭവമാണ് കരിമ്പിൻ ജ്യൂസ് എന്നുള്ളത്. അപ്പോൾ എല്ലാവരും കുടിക്കുന്ന ഒരു സംഭവമാണത് കരിമ്പിൻ ജ്യൂസ് എന്നുള്ളത്. അതിന് കുട്ടികളെന്നോ മുതിർന്നവരെന്നോ സ്ത്രീകളെന്നോ ഒന്നുമില്ല, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ജ്യൂസാണ് കരിമ്പിൻ ജ്യൂസ്. അപ്പോൾ ആ കരിമ്പിൻ ജ്യൂസ് ബിസിനസ് നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, എവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നമുക്ക് അതിന് ആവശ്യമായിട്ട് വരുന്നത്, എന്താണ് അതിന് വരുന്ന ചിലവ് എന്നതിനെ കുറിച്ചിട്ടൊക്കെ നമുക്കിപ്പോൾ നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് നമ്മൾ എവിടെ തുടങ്ങും, എങ്ങനെ തുടങ്ങും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഒരു ജ്യൂസ് സെറ്റപ്പിന് നമ്മൾക്കൊരു ഷോപ്പ് രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുള്ള മറ്റു ജ്യൂസ് കൗണ്ടറുകളൊക്കെ നോർമലി കോമൺ ആയിട്ട് നമ്മൾ കാണാറുള്ള ജ്യൂസ് കൗണ്ടർ ഷോപ്പുകളുണ്ട്. അതുപോലെ നമ്മൾക്ക് ആ ജ്യൂസ് കൗണ്ടറിൻ്റെ ഷോപ്പിൽ ആ ജ്യൂസ് ഷോപ്പിൽ തന്നെ നമ്മൾക്ക് മറ്റു ജ്യൂസുകളുടെ കൂടെ തന്നെ നമ്മൾക്ക് ഇതിനെ ആഡ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് ജ്യൂസ് സെറ്റപ്പ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് വെറും കരിമ്പിൻ ജ്യൂസ് മാത്രമായിട്ട് തന്നെ നമ്മൾക്ക് ഒന്നുകൂടി സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് അതിനെ കൂടുതൽ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ മാത്രം ഒരു കൗണ്ടർ നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും, നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ റോഡ് സൈഡിൽ ഹൈവേയുടെ സൈഡിലൊക്കെ ഇതുപോലെ ചെറിയ മെഷീനുകളൊക്കെ വെച്ചുകൊണ്ട് ഹിന്ദിക്കാരൊക്കെ ചെയ്യുന്നു, മലയാളീസ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഉണ്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ചെറിയ മെഷീൻ വെച്ചിട്ട് ചെറിയ രീതിയിലുള്ള ഷെഡൊക്കെ സെറ്റ് ചെയ്തിട്ട്, ചിലപ്പോൾ ഷെഡ് പോലും ഉണ്ടാകില്ല, ഏതെങ്കിലും ഒരു മരത്തിൻ്റെ തണലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തണലുള്ള ഒരു ഭാഗത്ത് നല്ല റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയിൽ വണ്ടികൾക്കൊക്കെ നിർത്താൻ പറ്റുന്ന ഒരു ഏരിയയിലൊക്കെ നമ്മൾക്ക് ഇങ്ങനത്തെ കൗണ്ടറുകളൊക്കെ കാണാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയുള്ള 2-3 രീതികളിലാണ് നമുക്കിത് തുടങ്ങാൻ കഴിയുക, മനസ്സിലായില്ലേ. അപ്പോൾ ഇങ്ങനെ 3 രീതിയിൽ നമുക്കിത് സെറ്റ് ചെയ്യാൻ കഴിയും. ഒന്ന്, നമുക്കൊരു ഷോപ്പ് രീതിയിൽ സെറ്റ് ചെയ്യാം. രണ്ടാമത്തത് ചെറിയ മൊബൈൽ കൗണ്ടർ പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള ബോക്സ് ടൈപ്പ് കൗണ്ടറുകൾ സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. മൂന്നാമത്തത് നമ്മൾക്ക്
റോഡ് സൈഡ് ബേസ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് ഇതിനെ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. വളരെ ചെറിയ മുതൽ മുടക്കിൽ നമുക്ക് ഇതൊക്കെ സെറ്റ് ചെയ്തെടുക്കാൻ കഴിയും. പിന്നെ നമ്മൾക്ക് ആവശ്യമായിട്ട് വരുന്നത് ഇതിൻ്റെ ഒരു മെഷീനാണ്. മെഷീൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു മാനുവൽ മെഷീനുണ്ട്. നമ്മൾ കാണാറുള്ള സാധാരണ കൈ കൊണ്ട് നമ്മൾ കരിമ്പ് വെച്ച് കൊടുത്തുകൊണ്ട് നമ്മൾ ജ്യൂസാക്കി എടുക്കുന്ന ഒരു മെഷീൻ, മാനുവൽ മെഷീൻ. ഏകദേശം ഒരു 10,000 രൂപ മുതൽ ഒരു 18,000 20,000 രൂപ വരെ വരുന്ന ഒരു റേഞ്ചിലാണ് ആ ഒരു മെഷീൻ്റെ വില വരുന്നത്. പിന്നെ വരുന്ന മെഷീൻ എന്ന് പറയുന്നത് സെമി ഓട്ടോമാറ്റിക് ആണ്. നമുക്കൊരു 20,000 രൂപ മുതൽ 35,000 രൂപ വരെ ചിലവ് വരുന്ന മെഷീൻസ് നമ്മൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സെമി ഓട്ടോമാറ്റിക് മെഷീൻ മേടിച്ചിട്ട് നമ്മൾക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. പിന്നെ നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു മെഷീൻ എന്ന് പറയുന്നത് ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനാണ്. ഏകദേശം 40,000 രൂപ മുതൽ 70,000 രൂപ 75,000 രൂപ ഒക്കെ റേഞ്ച് വരുന്ന മെഷീൻസ് ആണ് ഫുള്ളി ഓട്ടോമാറ്റിക്. അതിന് മുകളിലോട്ട് വരുന്ന മെഷീൻസ് ഉണ്ട് കേട്ടോ. കുറച്ചുകൂടി ഹെവി ആയിട്ടൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വലിയ വില കൊടുത്തിട്ട് അല്ലെങ്കിൽ നല്ല ബഡ്ജറ്റ് ഇറക്കി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക് മെഷീൻ വരുന്നുണ്ട്. കൂടിയും ഫീച്ചേഴ്സൊക്കെ ഉള്ള ഓപ്ഷൻസ് കൂടുതലുള്ള നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വില കൂടിയ മെഷീൻസും നമുക്ക് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഏത് തരം മെഷീനാണ് നമ്മൾക്ക് ആവശ്യമായിട്ട് വരുന്നത്, ഏത് രീതിയിലുള്ള ബഡ്ജറ്റാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അപ്പോൾ അതിനനുസരിച്ചുള്ള മെഷീൻ നമ്മൾ ചൂസ് ചെയ്യുക. പിന്നെ ഇതിനാവശ്യമായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മൾക്ക് 2 സംഭവങ്ങളാണ്. ഒന്ന് നമുക്കറിയാലോ ചൂടുകാലമാണ്. അപ്പോൾ ആ ഒരു ജ്യൂസ് കുടിക്കുമ്പോൾ അധികം ആളുകളും ഐസ് ഇട്ടിട്ടാണ് കുടിക്കാൻ ആഗ്രഹിക്കുക. തണുത്തൊരു ജ്യൂസാണ് ആഗ്രഹിക്കുക. പക്ഷെ തണുപ്പില്ലാതെ കുടിക്കുന്ന ആളുകളുമുണ്ട്. ഓക്കെ, അപ്പോൾ ഐസ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എന്തായാലും ഐസ് ചൂടുള്ളത് കൊണ്ട് തണുത്തൊരു ജ്യൂസായിരിക്കും കൂടുതൽ ആളുകളും ആഗ്രഹിക്കുക. അപ്പോൾ നമ്മൾക്ക് ഒരു ഐസ് ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ഒരു ചെറിയൊരു ഐസ് ബോക്സ് സെറ്റപ്പ് കാണേണ്ടി വരും. ഐസ് ക്യൂബുകൾ നമുക്ക് അത് ഐസ് ക്യൂബായിട്ട് വെക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ വലിയ ഐസ് മേടിച്ച് നമുക്ക് ഉടച്ചു വെക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ഒരു ഐസ് ക്യൂബിനെ ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഐസ് ബോക്സ് നമ്മൾ കാണേണ്ടി വരും. അതേപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഗ്ലാസ്സുകൾ പാത്രം കഴുകാനായിട്ടുള്ള ഒരു വാഷിംഗ് സെറ്റപ്പ്. അത് നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ചെറിയൊരു പാത്രത്തിൽ വെള്ളം കൊടുന്ന് വെച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് കഴുകി വെള്ളം മാറ്റിയെടുക്കുന്ന ഒരു സെറ്റപ്പാണ്. പക്ഷേ നമ്മൾ ആ ഒരു വാഷ് ചെയ്യാനുള്ള ഒരു ഏരിയ നമ്മൾ സെറ്റ് ചെയ്യണം നിർബന്ധമായിട്ടും. നല്ല ക്ലീനായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു ഡ്രിങ്കാണ്, ഹെൽത്തി ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും കുടിക്കുന്ന ഒരു സാധനമാണ്. അത് അത്രയും നീറ്റായിട്ട് വളരെ ക്ലീനായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നല്ല രീതിയിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ഗ്ലാസ്സൊക്കെ വാഷ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ടുള്ള ഒരു വാഷിംഗ് സെറ്റപ്പ് നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ കാണണം. പിന്നെ നമ്മൾക്ക് ഇത് ഏതൊക്കെ ഏരിയയിലാണ് നമുക്കിത് സെറ്റ് ചെയ്യുക എന്നുള്ളത്. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ക്രൗഡായിട്ടുള്ളൊരു ഏരിയയാണ് നമുക്ക് ഇതിനാവശ്യം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്കൂള് കോളേജിൻ്റെ പരിസരം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ വിദ്യാർത്ഥികളൊക്കെ വരുന്ന ആ ഒരു ഏരിയയിൽ നമുക്ക് എടുക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് പോലും കംഫർട്ടായിട്ടുള്ള പ്രൈസ് റേഞ്ച് ആണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളൊക്കെ ഒരുപാട് വാങ്ങിക്കുടിക്കും. അപ്പോൾ നമുക്ക് സ്കൂൾ കോളേജൊക്കെ ഉള്ള ഒരു ഏരിയ തിരഞ്ഞെടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ബസ് സ്റ്റാൻഡിൻ്റെ ഒരു പരിസരം തിരഞ്ഞെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഹൈവേയുടെ സൈഡ് തിരഞ്ഞെടുക്കാം. അതുപോലെ തന്നെ നമ്മൾക്ക് മാർക്കറ്റിൻ്റെ ഒരു ഏരിയ ഭാഗം തിരഞ്ഞെടുക്കാം. നമുക്കറിയാം ഇപ്പോൾ മാർക്കറ്റുകളുണ്ടല്ലോ, മെയിൻ മാർക്കറ്റുകൾ, എല്ലാ തരം കിട്ടുന്ന ഓരോ സ്ഥലങ്ങളിലത്തെ ഓരോ മാർക്കറ്റുകളുണ്ടാവും, മെയിൻ മാർക്കറ്റുകൾ. ആ മാർക്കറ്റിൻ്റെ പരിസരം നോക്കിയിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം, തിരഞ്ഞെടുക്കാം. അതുപോലെ ക്രൗഡ് കൂടുതലായിട്ട് വരുന്ന ഏരിയകളിൽ നമ്മൾക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെറിയ സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് സെറ്റ് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ എവിടെയാണ് നമ്മൾക്ക് ഒരു ക്രൗഡായിട്ടുള്ളൊരു തോന്നുന്നത് ആ ഒരു ഏരിയയിലായിരിക്കണം നമ്മൾ തുടങ്ങേണ്ടത്. ഇപ്പോൾ ഹൈവേയിലൊക്കെ ആകുമ്പോൾ നമ്മൾക്ക് ഇതുപോലെ വണ്ടി യാത്രക്കാർ ഒരുപാട് ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ വണ്ടി നിർത്തിയിട്ട് കുടിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഹൈവേ നല്ലൊരു ഓപ്ഷനാണ്. അതേപോലെ തന്നെ മാർക്കറ്റിൻ്റെ ബസ് സ്റ്റാൻഡിൻ്റെയും സ്കൂളിൻ്റെയും പരിസരം ഒക്കെ എല്ലാം നല്ലൊരു ഓപ്ഷൻസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും കംഫർട്ടായിട്ട് തോന്നുന്ന ഒരു ഏരിയ, ആ ഏരിയയിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇതിൻ്റെ ഒരു ലാഭം എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ പറഞ്ഞു തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു മാസം 1 ലക്ഷം രൂപ ഉണ്ടാക്കാൻ കഴിയുമെന്ന് നമ്മൾ പറഞ്ഞു. നമുക്കറിയാം, ഞാനിപ്പോൾ അന്ന് കുടിച്ചൊരു ജ്യൂസ് എന്ന് പറയുന്നത് നോർമലി ഒരു ജ്യൂസിൻ്റെ ഒരു ഗ്ലാസ് ജ്യൂസിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 300 ml ഗ്ലാസ് ആണ് നമുക്ക് കുടിച്ചത്. അപ്പോൾ 300 ml ഗ്ലാസിൻ്റെ ഒരു ജ്യൂസ് റേറ്റ് എന്ന് പറയുന്നത് 30 രൂപയാണ്. നമ്മൾക്കറിയാം ഒരു 30 രൂപ റേഞ്ച് വരുന്ന ഒരു ഗ്ലാസ് ജ്യൂസ്
അതൊരു 100 ഗ്ലാസ് ഒരു ദിവസം വിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ 3000 രൂപയാണ്. ഓക്കെ, 100 ഗ്ലാസ് ഒന്നല്ല കേട്ടോ, നമുക്ക് അതിലും കൂടുതൽ ജ്യൂസുകൾ നമുക്കൊരു ദിവസം വിറ്റുപോകും. കാരണം ചൂട് കൂടുന്നതിനനുസരിച്ച് ആളുകൾ ഇതിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും. 2 ഗ്ലാസ് വാങ്ങി കുടിക്കുന്ന ആളുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് അങ്ങനെ ഒരു സംശയിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റ് വേറെ ബോഡിക്ക് അല്ലെങ്കിൽ ഹെൽത്തി ഇഷ്യൂസ് ഉണ്ടാക്കുന്ന ഒരു ജ്യൂസ് അല്ലാത്തത് കൊണ്ട് തന്നെ ആളുകൾ 1-2 ഗ്ലാസ് ഒക്കെ കുടിക്കും. പക്ഷെ കൂടുതൽ ആളുകളും കുടിക്കും. അതുകൊണ്ട് തന്നെ 100 ഗ്ലാസ് ഒക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് വിറ്റഴിക്കാൻ കഴിയും ഒരു ദിവസം. പക്ഷെ ഒരു 100 ഗ്ലാസ് കണക്കിൽ നമ്മളൊരു ദിവസം വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 30 രൂപ റേഞ്ചിൽ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 3000 രൂപയായി നമുക്കൊരു ദിവസം. നമുക്കറിയാം 30 ദിവസം ഒരു മാസം നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ 90000 രൂപയാണ്. അപ്പോൾ ഒരു ആവറേജാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് 100, 120, 150 ഗ്ലാസ് നമുക്ക് വിൽക്കാം. അത് നമ്മുടെ ക്രൗഡും നമ്മൾ ഈ നിൽക്കുന്ന സ്പോട്ടിൻ്റെ ക്രൗഡും കാര്യങ്ങൾക്ക് അനുസരിച്ചിട്ടായിരിക്കും ഇതിൻ്റെ ഒരു സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ എങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് 1 ലക്ഷം രൂപ ഒക്കെ വളരെ സിമ്പിളായിട്ട് വളരെ ടെൻഷനൊന്നും ഇല്ലാതെ റിസ്ക് ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു സൂപ്പർ പ്ലാനാണ് കരിമ്പിൻ ജ്യൂസ് ബിസിനസ് എന്നുള്ളത്. ഈ ഒരു വേനൽക്കാലത്ത് നമ്മൾക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ കിടിലനായിട്ട് ഒരു 6 മാസം കൊണ്ട് നമുക്ക് ലക്ഷങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു സൂപ്പർ പ്ലാൻ കേട്ടോ ഈ കരിമ്പിൻ ജ്യൂസ് ബിസിനസ് എന്നുള്ളത്. അപ്പോൾ പുതിയതായിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇപ്പോൾ ചെറിയ രീതിയിൽ ചെറിയ മുതൽ മുടക്കിൽ ഇപ്പോൾ വലിയ പൈസ കയ്യിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ചെറിയ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ചെറിയ പൈസയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സൂപ്പർ ബിസിനസ്. അത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഐഡിയയിൽ നിങ്ങൾക്ക് അതിനെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതിനെ പല രീതിയിലും അതിനെ ഫ്ലേവർ ചെയ്യാം. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ കരിമ്പിൻ ജ്യൂസിൽ നോർമലായിട്ട് കാണാറുള്ളത് ലൈമും ഇഞ്ചിയൊക്കെ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് കാണാറുണ്ട്. അതിൽ തന്നെ നമുക്ക് പൊതീനയുടെ ഇലയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്ക് കുറച്ചും കൂടി അതിനെ ബ്യൂട്ടിഫുൾ ആക്കിയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആക്കിയിട്ട് കൊടുക്കാൻ കഴിയും. പെപ്പർ ആഡ് ചെയ്യുന്നവരുണ്ട്, അതുപോലെ തന്നെ സാൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നവരുണ്ട്. അതും ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താണ് അതിൽ ഒന്നുകൂടി ടേസ്റ്റിന് കൂട്ടാൻ, ടേസ്റ്റ് വർദ്ധിപ്പിക്കാൻ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് അതിനെ ആഡ് ചെയ്യാൻ കഴിയും. പക്ഷെ ഓവറായി ആഡ് ചെയ്ത് അതിന് കൊളാക്കാതെ നല്ല രീതിയിൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ, ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങൾ ആഡ് ചെയ്തുകൊണ്ട് നമുക്കതിനെ ടേസ്റ്റ് ആക്കിയിട്ട് കൊടുക്കാൻ കഴിയും. അപ്പോൾ വളരെ ഡിമാൻഡായിട്ട് നിങ്ങൾക്ക് അതിനെ വിൽക്കാൻ കഴിയും. നിങ്ങൾ ജ്യൂസിന് നല്ല കുറച്ചും കൂടി ഡിമാൻഡ് കൂടും. കൂടുതൽ ആളുകൾ നിങ്ങളെ പിറ്റേ ദിവസവും റിപ്പീറ്റ് അതിനെ കുടിക്കാൻ ശ്രമിക്കും നിങ്ങളുടെ അടുത്ത് വന്നിട്ട്. നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ അല്ല അതിന് മുകളിലോട്ടും ഒരു മാസം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സൂപ്പർ ബിസിനസ്സാണ് കരിമ്പിൻ ജ്യൂസ് ബിസിനസ് എന്നുള്ളത്. ഈ വേനൽക്കാലത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ സക്സസ്ഫുൾ ആവും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പം ചെറിയ ബഡ്ജറ്റിൽ ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു ഐഡിയ ഒന്നും കിട്ടാണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തൽക്കാലം നമുക്ക് ഇതിമന്ന് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ നിങ്ങൾ തുടങ്ങിക്കോളൂ. വളരെ സക്സസ്ഫുൾ ആയിട്ട് വിജയിപ്പിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സൂപ്പർ പ്ലാനാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു ബിസിനസ് ഐഡിയയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ ടേക്ക് കെയർ, ബൈ.